ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് പണിക്ക് പോവുകയാണ്. സോ വീട്ടിലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചാലും പോണ വഴി ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കാണിച്ചാലും. അപ്പോൾ നമ്മളങ്ങനെ പണിക്ക് വന്നിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫാമിൻ്റെ അവിടേക്ക് നടന്നു പോകുന്നിടത്ത് ഇങ്ങനെ സൈഡിൽ കോക്കനട്ട് ട്രീയും തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാണ്. പിന്നെ ഫുള്ള് കാടാണ് ഗൈസ്, കണ്ടോ, ഫുള്ള് കാടാണ്. അതിൻ്റെ നടുവിൽ നമ്മുടെ ഫാം. അവിടെ മയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ ഗൈസ്. എന്തായാലും ഫാമിൽ പോയി തുറക്കട്ടെ. അപ്പുറത്ത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട്, ഇടയ്ക്ക് പറിച്ച് ചെയ്യുന്നത്. ഞാൻ ഫാമിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. സോ നമ്മളിങ്ങനെ തുറന്നാൽ ഈ കാണുന്നതാണ് നമ്മുടെ ഫാം. ഇനി കുറച്ച് നാളത്തേക്ക് ഈ ഒരു ഫാമിലായിരിക്കും എൻ്റെ ജോലികൾ നടക്കുന്നത്. സോ അതേ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ NFT ചാനൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള റാക്കും സാധനങ്ങളൊക്കെയാണ് ഇത്. പിന്നെ നമുക്കുള്ളത് 1, 2, 3 എക്സോസ്റ്റ് ഫാനാണ്. നമ്മുടെ എറണാകുളത്തെ ഫാമിലുള്ള ആകെ 2 എക്സോസ്റ്റ് ഫാനാണ്. അത് ചെറിയ ഫാം ആയതുകൊണ്ട്, കുറച്ചുകൂടി വലിയ ഫാം ആയതുകൊണ്ട് നമുക്ക് 3 എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. പിന്നെ 2 AC ഫാൻസാണ് നമ്മൾക്ക് ഉള്ളത്. അവിടെ 2 AC ഫാൻസാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഇച്ചിരി വലിയ സൈസ് കൂടിയ AC ഫാനാണ്. പിന്നെ ഇത്രയും നിവർന്ന് കിടക്കുന്ന പാഡ് സിസ്റ്റമാണ് നമുക്കുള്ളത്. നമുക്ക് ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാനായിട്ട് അതുപോലെ ഇങ്ങനെ വെള്ളം വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് കൂളാക്കും. പിന്നെ നമുക്ക് ഇവിടെ NFT കൂടാതെ നമുക്ക് ട്രഫ് സിസ്റ്റം ഉണ്ട് ഗൈസ്. സോ ട്രഫിൽ നമുക്ക് മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ പോലത്തെ സെറ്റപ്പാണ് നമുക്ക്. സോ അവിടെ ആ ടാങ്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഈ ഒരു നോബി കൂടി താഴത്തേക്ക് ഇങ്ങനെ വെള്ളം ചാടി ചാടി പോകുന്ന സെറ്റപ്പാണ്. സോ അങ്ങനെ നമുക്ക് 1, 2, 3, 4 വരിയോളം നമുക്ക് ട്രഫ് ഉണ്ട്. പിന്നെ ഈ തൂങ്ങിയെടുക്കുന്നതൊക്കെ നമ്മൾ കുക്കുംബർ അങ്ങനത്തെ ക്ലൈംബേഴ്സൊക്കെ നമുക്ക് ഇടുമ്പോൾ അതിനെ കയറ്റി വിടാനായിട്ടുള്ള വള്ളികളാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഒരു സെറ്റപ്പ്. മൊത്തത്തിൽ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിനായിട്ട് വൈറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കുറേ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫുൾ ലെറ്റ്യൂസ് ലീഫി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിറയ്ക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫാം. ഇനി ഈ ഫാമിൽ ഇവിടുത്തെ ചെയ്തേക്കണ വാട്ടറിങ് പ്ലംബിങ് സാധനങ്ങളൊക്കെ വർക്കാവുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ സെറ്റാണോ എന്നുള്ളതൊക്കെ നോക്കണം. ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. സോ ആ പരിപാടികൾ ചെയ്യട്ടെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോണ വഴി ബാക്കി കാര്യങ്ങൾ കണ്ടിട്ട് ഇന്നത്തെ പണി കഴിഞ്ഞ് ഇറങ്ങിയാണ്. സോ ഇതാണ് എൻ്റെ ഫാമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഈ വഴിയെ പതിയെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം വഴി ഒരു പാർസൽ എടുക്കാൻ വേണ്ടി നമ്മൾ VARL വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളെടുത്ത പാർസൽ. ഇത് 1, അത് 2, 3, 4 ഇതൊക്കെയാണ് നമുക്ക് VRL വഴി ത്രൂ കിട്ടിയ പാർസൽ. സോ ഗൈസ്, അങ്ങനെ പാർസൽ എത്തിച്ചിട്ടുണ്ട് ഫാമിലേക്ക്. സോ ഇനിയിപ്പോൾ ഇത്രയുള്ളൂ. നമ്മുടെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സോ എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗ് എഴുതുന്ന എല്ലാവർക്കും